ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതലുള്ള തിരുവചന ഭാഗം. സ്നാപക യോഹന്നാന്റെ പുണ്യ ജനനം. ഏറെ സന്തോഷത്തോടെ ഉണ്ണീശോയുടെ പിറവി തെളിനാളിനൊരുങ്ങുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം പ്രത്യേകമാവിധം കോറിയിടുന്ന അനുഭവ സാക്ഷ്യങ്ങളുടെ വിവരണമാണ് ഇന്നും നമ്മൾ വായിക്കുന്നത്. വാർദ്ധക്യത്തിൻ്റെ നെറുകയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഭാഗ്യം ലഭിച്ച സഖറിയ എലിസബത്ത് ദമ്പതികളുടെ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഇന്ന് വചനം നമുക്ക് നൽകുക. സ്നാപകന്റെ ജനനം യാഥാർത്ഥ്യമാകുവോളം 10 മാസക്കാലത്തോളം നാവിൻ്റെ ബന്ധനങ്ങൾ ഹൃദയത്തിൻ്റെ താളമായി സ്വീകരിച്ച് ഉള്ളിൽ ദൈവത്തിൻ്റെ വചനത്തെ മനനം ചെയ്തുകൊണ്ടിരുന്ന സഖറിയ 10 മാസക്കാലത്തേക്ക് പുരോഹിതനായ പ്രവാചകനായ സഖറിയായ്ക്ക് തൻ്റെ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനാകാതെ, വാതുറന്ന് ദൈവജനത്തോട് സംസാരിക്കാനാകാതെ, ദൈവത്തിൻ്റെ ശിക്ഷ എന്ന ആർക്കും തോന്നുന്ന ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. സ്വാഭാവികമായി ഉയർത്തിയ ഒരു സംശയത്തിന് ദൈവം കൊടുത്ത വലിയ ശിക്ഷ ചെറുതല്ലായിരുന്നു എന്ന് നമുക്കറിയാം. ആ മനുഷ്യൻ്റെ ഉള്ളിൽ നീറിപ്പുകഞ്ഞിരുന്ന കുറേ വികാരങ്ങൾ വേണമെങ്കിൽ 10 മാസത്തിന് ശേഷം നാവിൻ്റെ ബന്ധനങ്ങൾ ദൈവം വിടുവിച്ചപ്പോൾ ആ മനുഷ്യന് ഉറക്കെ ദൈവത്തെ പഴിക്കാമായിരുന്നു, പരിതപിക്കാമായിരുന്നു, പഴം പതക്കി കരയാമായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ ചെയ്യുന്നത് നീണ്ട ഈ 10 മാസക്കാലത്തെ നിശബ്ദത ആവാഹിച്ചെടുത്ത പുണ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ഗീതം ആലപിക്കുകയാണ് എന്ന് നമുക്കറിയാം. ആ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവം തന്ന മനോജ്ഞമായ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്ന ഒരു പ്രവാചകനായ, പുരോഹിതനായ സഖറിയ. പേര് നൽകൽ ശുശ്രൂഷയുടെ വിവരണവും നമ്മളെ ധ്യാനിപ്പിക്കുന്നതാകണം. യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് സഖറിയായ്ക്ക് ലഭിച്ച വെളിപാടിൻ്റെ കഥ എലിസബത്തിന് വിളിച്ച് പറഞ്ഞും ആംഗ്യഭാഷയിൽ കാണിച്ചുമൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തു സഖറിയ എന്നത് സത്യമായിരിക്കാം. കുഞ്ഞിന് പരിച്ഛേദനത്തിൻ്റെ പേരിടലിൻ്റെ ദിനം വന്നപ്പോൾ എലിസബത്ത് പറഞ്ഞു, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. നിന്റെ കുടുംബത്തിൽ ആർക്കും ഈ പേരില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് സഖറിയായെ വിളിച്ച് ചോദിക്കുന്നത്. എഴുത്തു പലകയിൽ നാവിൻ്റെ ബന്ധനത്തിൻ്റെ കാരണം കൊണ്ട് വാതുറക്കാനാവാതെ പോയ മനുഷ്യൻ എഴുതി കൊടുത്തു, യോഹന്നാൻ എന്താണ് അവൻ്റെ പേര്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ കോറിയിടുന്ന 2 ചിന്തകൾ നമുക്ക് ധ്യാനിക്കേണ്ടതാണ്. ഒന്നാമത്തെ ചിന്ത, ദൈവസന്നിധിയിൽ പ്രതികാര ബുദ്ധി വെടിഞ്ഞ് നിരാശയും സങ്കടവും വെടിഞ്ഞ് നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുക എന്നതാണ്. പ്രാതികൂല്യങ്ങളുടെ മുമ്പിൽ പിടഞ്ഞു വീഴുന്നവരായി മാറാതെ, പ്രതികൂല സാഹചര്യങ്ങളിൽ തളർന്നു പോകുന്നവരായി മാറാതെ, ഉദാത്തമായ ആത്മീയ നിറവിൻ്റെ പര്യായങ്ങളായിട്ട് നമുക്ക് മാറണം. പ്രതിസന്ധികളാൽ തളർത്തിക്കളയാവുന്നതല്ല എൻ്റെ വിശ്വാസമെന്ന്, പരീക്ഷണങ്ങളെ അതിജീവിച്ച് വിശ്വാസത്തിൻ്റെ ബോധ്യത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള നിയോഗമാണ് അതെന്നും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. പരിതപിക്കാനോ പദംപതുക്കെ കരയാനോ മെനക്കെടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ സഖറിയ നമ്മോടും പറയുന്നത് ഇത് മാത്രം. പ്രിയപ്പെട്ടവരെ,
ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതെല്ലാം അവിടുത്തെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ദാനങ്ങളെ ഏറ്റുവാങ്ങാൻ കൂപ്പുകൈകളുമായി കൈക്കുമ്പിളുമായി അവൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവൻ തരുന്നതെന്തും ജീവാമൃതം പോലെ ഭക്ഷിക്കാനുള്ള നിയോഗം നമുക്കുണ്ട്. പരാതി പറയാതിരിക്കാൻ, വെറുക്കാതിരിക്കാൻ, വെറുപ്പിക്കാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കൊച്ചു ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ ഉയർത്തുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാത്തതിൽ അസ്വസ്ഥത വെടിയാൻ നമുക്ക് ആഗ്രഹിക്കാം. അവൻ്റെ ഭുജത്തിൻ്റെ കീഴെ നമ്മുടെ നൊമ്പരങ്ങളും വേദനകളും ആകുലതകളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഒക്കെ ഇറക്കി വെച്ച് അവൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം നമ്മുടേതാക്കി മാറ്റാൻ നമുക്ക് ആഗ്രഹിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടല്ലോ, എലിസബത്തും സക്രിയായും പരസ്പരം തുറന്ന് സംസാരിക്കാത്ത നീണ്ട ദിനരാത്രങ്ങൾ കടന്നുപോയിട്ട് അതിൻ്റെ സമാപ്തിയിൽ കുഞ്ഞിൻ്റെ പേരിടിൽ നടക്കുന്ന സമയത്ത് സക്രിയായ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിയ അതേ പേര് എലിസബത്ത് ഉണ്ണിയെ വിളിക്കുന്നു. തുടർന്ന് സക്രിയായും അവനെ പേരെടുത്ത് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, പേരിന് അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്തേ സാധിക്കാതെ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടുന്ന പേരുകളിൽ നമ്മുടെ മതാത്മകതയുടെ എല്ലാ ഭാവങ്ങളും തച്ചുടച്ചുകൊണ്ടാണ് ചിലരെങ്കിലും ആ ഒരു ഉദ്യമത്തിന് ഇറങ്ങുന്നത് എന്നത് നാം ആശ്ചര്യത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. ദൈവത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവകൃപയുടെ മക്കളായി തീരാൻ നമുക്ക് ആഗ്രഹിക്കട്ടെ. ദൈവം ദാനമായി തന്ന മക്കളെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ആയിട്ട് എത്ര സുന്ദരമായ പേരുകളുണ്ട്. ആ പേരുകളൊക്കെ ഒന്ന് കണ്ടെത്തി നമ്മുടെ മക്കൾക്ക് ന്യൂ ബോൺ തലമുറയ്ക്ക് എഴുതി കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആത്മീയ ഉണർവിൻ്റെ അഭിഷേകത്തിൻ്റെ കൃപയുടെ നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് നേരിടാം. എല്ലാ പ്രാതികൂല്യങ്ങളെയും അതിജീവിച്ച് വിശ്വാസത്തിൻ്റെ നിറവിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന നല്ല ദൈവത്തിൻ്റെ കടങ്ങളിൽ അഭയം ഗമിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.